ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചേട്ടോ. നമ്മളെവിടെ പോവാ? കൊള്ളാം. എന്നിട്ട് ഇയാൾ പിന്നെ കുറേ ചാടിയോ? മുടി നല്ലതായിട്ട് എടുത്ത് വെച്ച് എന്നിട്ട് ഇങ്ങോട്ട് നോക്കി. നമ്മൾ ചുമ്മാ മുടി ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നേടി, ഇവിടെ നിൽക്കടി. ഞങ്ങൾ കൊടുമണ്ണ് വരെ പോവാണ്. കൊടുമണ്ണ് വരെ ഇനി ആ എർത്തം ബീച്ച് എന്തോട് എന്നെ വീട്ടിൽ കൊണ്ടാക്കട്ടെ? അമ്മേ കയ്യിലും ഒന്നുമില്ല. ആ മുത്ത് കിട്ടിയത് എന്തായിരുന്നു? കയ്യിലിടാൻ എന്തായിരുന്നു? മറ്റേ മുത്ത് നിനക്ക് കയ്യിലിടാനില്ലേ? അമ്മ അയച്ചു തന്നത്. ഒരമ്മ അയച്ചു തന്നത് നിനക്ക് കയ്യിലിടാനല്ലയോ? കളജർക്ക് ആറേലൊക്കെ എന്തോ ചെയ്യാനാന്ന് പറ. എന്താ കളർ വരാത്ത എൻ്റെ ഫോൺ എന്തൊക്കെ എങ്ങനെയൊക്കെയാന്ന് പറയാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരും. എനിക്കറിഞ്ഞ പന്നി ഉണ്ടോടെ അവിടെ? പിന്നെന്താ നീ അവിടെ നിന്നേ? ഏട്ടന്തോ വണ്ടി എടുക്ക. എവിടെ പറഞ്ഞാലും പുറകെ ചാടും. എന്ത് ചെയ്യാനും? എനിക്ക് ചെറുക്കന്മാരെ വളർത്തി ഉണ്ടല്ലോ മടി. എനിക്ക് പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ഈ കുരുത്തക്കേടാ. പെൺപിള്ളേരാണല്ലോ എവിടെയെങ്കിലും അടങ്ങിയിരുന്നല്ലേ ബാ പോവാ അങ്ങനെ വരും. അങ്ങനെ നമ്മൾ കൊടുമണ്ണ ചെന്നു. നമ്മളൊരു ബേക്കറിയിലൊക്കെ കയറി. പിന്നെ നമുക്ക് ഇന്നലെ ഗ്യാസ് കിട്ടിയായിരുന്നു കേട്ടോ. അത് ശനിയാഴ്ച. ഞങ്ങൾ വെള്ളിയാഴ്ച പന്തളത്തോട്ട് പോയപ്പം നമ്മളവിടെ ഗ്യാസ് ഏജൻസി കയറി. ഞാൻ ചോദിച്ചപ്പം 45 ദിവസം ആയോ എന്ന് ചോദിച്ചു. ഒരു കുറ്റി എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം ഞാൻ ഒക്ടോബറിൽ എടുത്തതാണ്, ഒക്ടോബർ ആദ്യം എടുത്തതാണെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം അത് തീർന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ് എൻ്റെ ഫോൺ വാങ്ങിച്ചു. ബുക്കൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഫോൺ വാങ്ങിച്ചു. അന്നേരം തന്നെ ബുക്ക് ചെയ്ത് തന്നിട്ട് പറഞ്ഞു ശനിയാഴ്ച 3 മണി കഴിയുമ്പം വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ശനിയാഴ്ച ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് കുറ്റി ഒരെണ്ണം കിട്ടി. കാരണം നമ്മൾ കുറച്ചേറെ ആയാലും എടുത്തിട്ട്. പിന്നെ ഇത് അടുക്കളയ്ക്കകത്തെല്ലാം വാരി വലിച്ചിട്ടിരിക്കുക കൂട്ടുകാർ. ഇനി ഒന്നും ഒതുക്കി പറക്കിയെല്ലാം വൃത്തിയാക്കണം. പിന്നെ നമ്മൾ ഒരു പിറന്നാളും കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം വാരി വലിച്ച് പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് അങ്ങോട്ടെല്ലാം ഒതുക്കി പറക്കി വെക്കും. തിരിച്ച് അതുപോലെല്ലാം ഇങ്ങോട്ട് പിന്നെയും വാരി വലിക്കും. രാവിലെ ഒരു ഭയങ്കര തിരക്കാണ് രാവിലെ പൊതിച്ചോറ് കൊണ്ടുപോകും. കാരണം 10:30 ആകുമ്പോഴേ നമുക്കെല്ലാം ശരിയാകണം. ഞാനിവിടെ 7 മണിയാകുമ്പോഴാണ് തുടങ്ങുന്നത്. അപ്പം അന്നേരത്തേക്കെല്ലാം ശരിയാവുകയും വേണം. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ നമുക്ക് വെന്ത് പറക്കി മാറ്റി വെക്കാനും വേണം. പിന്നെ അത് കഴുകി അവിടോട്ടെല്ലാം വെക്കും. അതാ വൈകുന്നേരം പൊതി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വൈകുന്നേരം കഴുകി പറക്കെല്ലാം അങ്ങോട്ടാണ് വെക്കുന്നത്. അന്നേരത്തേക്ക് പിന്നെ ഒതുക്കി പറക്കോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. വലിയ മടിയാണ് കൂട്ടുകാരെ കേട്ടോ. നേരത്തെയൊക്കെ നല്ലതായിട്ട് ജോലി ചെയ്ത് ഇപ്പം എന്താ പറയുക, നമുക്ക് പ്രായമാകും തോറും അതിൻ്റേതായിട്ടുള്ള വയ്യാഴികയും കാര്യങ്ങളും ക്ഷീണങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പം അതൊക്കെ കാരണത്താലാണ്. പിന്നെ കുഞ്ഞുങ്ങളാണേലും അവരും ജോലിക്കൊക്കെ പോയി വരുന്നവരൊക്കെയല്ലേ. നമ്മൾ അവരോട് ഇങ്ങനെ അത് ഇത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഞാൻ അലയ്ക്കും വലിയ അവളോട് കേട്ടോ. അപ്പോൾ എന്നോട് കിടന്ന് പറയും എന്നോട് മാത്രമാണോ പറയുന്നതെന്ന് പറയും. ഞാൻ നിന്നോട് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ എന്ന് പറയും. പാവം അതെല്ലാം ചെയ്തും വെക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവളോട് പറയുന്നത്. അവൾ എൻ്റെ അടുത്തുള്ളത് ഒരിക്കലും കൈത്താങ്ങാണ്. പിന്നെ മോളിവിടെ ഉള്ളപ്പോൾ മോളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യും, എടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ച് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ എൻ്റെ ഈ തലമുടി ഞാൻ കുറേ നേരം കൊണ്ട് എന്തായി കാണിക്കുന്നതെന്നറിയാമോ കൂട്ടർ? തലമുടി മൊത്തം ഉടക്കായിട്ട് ഇങ്ങനെ എന്നെപ്പോലെ ഉടക്ക് പിടിച്ചിട്ടിരിക്കുക. എന്താണെന്നറിയാവോ? ഇത് ഞാൻ പൊതിച്ചോറും കൊണ്ടൊക്കെ പോകുമ്പോൾ രാവിലെ കുളിച്ചിട്ട് വാരി കെട്ടി അങ്ങ് വെക്കും, തോർത്ത് വെച്ച് കേട്ടോ. ആ കെട്ടി വെക്കുന്നത് പിന്നെ പൊതിച്ചോറും കൊണ്ട് പോകുമ്പോഴാണ് ഇത് ഞാൻ അഴിച്ചിടുമ്പോൾ നമുക്ക് തലമുടി ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ മോളിൽ നിന്ന് ചുമ്മാതൊന്ന് ചീപ്പ് വെച്ചിട്ട് അവർ ക്ലിപ്പും പിടിച്ച് കുത്തിയിട്ടിട്ട് ഓടും. അപ്പോൾ ഇന്നലെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ചുമ്മാതൊന്നും ചെയ്യുമ്പോൾ എൻ്റെ പൊന്നോ അത് മൊത്തം ഒരുമാതിരി ജട പിടിച്ച പോലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുരുങ്ങിയിരിക്കുക. എന്നെ പോലെ തിരിഞ്ഞും പിരിഞ്ഞും ഉടക്കായിട്ടിരിക്കുക. ഒക്കെ എങ്ങനെയൊക്കെയോ ചീവിപ്പറക്കി അത്രയൊക്കെ ആക്കി, ഒന്നും പറയണ്ട. ഒരു വലിയ ചടങ്ങ്.
പാട്ട് പാടുവാണ് കേട്ടോ. അപ്പം അന്നേരം മരുമോള് ഫോണിനകത്ത് പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ എൻ്റെ ഒരു നര കണ്ടോ, 2 നരയുണ്ട് മുകളിലായിട്ട് കേട്ടോ. പാവം എൻ്റെ മക്കളുടെ 2 എണ്ണത്തിൻ്റെ മുടി നല്ലപോലെ നരച്ചു. മൂത്ത മോൻ്റെ മുടി ഒത്തിരി നരച്ച്, കൊച്ചതിൻ്റെ അതേപോലെ അങ്ങ് ഈ ചക്കിമോടെ അച്ഛൻ്റെ ഉള്ളു വലിയ കുഴപ്പമില്ലാത്തത്. പിന്നെ മോടെ എനിക്ക് ആ ഉച്ചിയിലൊരു 2 എണ്ണം ആകെ വരുന്നതേ ഉള്ളൂ. വരുമ്പം പച്ചക്കറി വാങ്ങിക്കണം, മീൻ വാങ്ങിക്കണം. പച്ചക്കറി 150 രൂപ, മീന് എല്ലാം കൂടെ 400 രൂപയുണ്ട്. വാങ്ങിക്കുകയും ചേട്ടാ. പൈസ നിങ്ങളുടെ കൈ വെച്ചോ, ഞാൻ ഈ പേഴ്സ് കൊണ്ടുപോകുന്നില്ല, പേഴ്സ് മാറ്റാനൊക്കെ ഉണ്ട്. കൊച്ചുമീനായാലും മതി. അറിയില്ല, വാങ്ങിക്കാന്ന് പറഞ്ഞു. വാങ്ങിച്ചാൽ രക്ഷപ്പെട്ടു. മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമാ. ഇത് നമ്മുടെ മൂത്ത മരുമോടെ അമ്മയ്ക്ക് അവൾ വാങ്ങിച്ചതാണ് നൈറ്റി. കണ്ടോ, നല്ല ഇപ്പം അവിടെ റിഡക്ഷനാണ്, വിലക്കുറവുണ്ട് ഒത്തിരി കേട്ടോ. 156 രൂപ ഉള്ളി നൈറ്റിക്ക്, നമ്മുടെ പന്തളം വയ്യമ്മിലെ. പിന്നെ ഇത് അവൾ വാങ്ങിച്ചതാണ്, എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, അങ്ങനെ അവളെടുത്തതാണ്. 199 രൂപ. ഇപ്പം ക്ലിയറൻസ് സ്റ്റോക്ക് വിറ്റഴിക്കില്ല, അങ്ങനെ എന്തോ ഇതായിട്ട് വയ്യമ്മി പറയുന്നുണ്ട്, പറഞ്ഞിട്ടാണ് അങ്ങനെ വിലക്കുറച്ചാണ്. അപ്പം അങ്ങനെ നമ്മൾ പോയി വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു നൈറ്റി, അത് ഈ വില തന്നെ കേട്ടോ, ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് എനിക്ക് വാങ്ങിച്ചതാണ് ഞാൻ. പിന്നെ ഇതൊരു ഫ്രോക്ക് നൈറ്റി അല്ല, ഇത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് കഴുത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൂട്ടുകാർ, അതാണ് ഞാൻ ഇത് എടുത്തത്. അത് തന്നെയല്ല, നല്ല സോഫ്റ്റ് തുണിയുമാണ്. എനിക്കിതിൻ്റെ കഴുത്ത് കണ്ടോ, എനിക്കിങ്ങനെ കഴുത്തുള്ള ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കഴുത്ത് വരുന്നത് കണ്ടോ, നല്ല രസമല്ലേ, നല്ല ഡിസൈൻ വർക്ക്, ഇഷ്ടപ്പെട്ടു. ഇതിന് എത്ര ആണ്? 245 കേട്ടോ. 45 45 അല്ല, 49 കേട്ടോ. ഇതിന് മാത്രമേ ഇച്ചിരി റേറ്റ് കേട്ടോ. കാരണം അത് ഇങ്ങനത്തെ തുണിയും ഇങ്ങനെ വർക്കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടെടുത്ത്. അങ്ങനെ എനിക്ക് 3 നൈറ്റി എടുത്തു. മരുമോള് അപ്പം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഈ ഒരു കളറ്. അപ്പം എന്നോട് പറഞ്ഞ് അമ്മ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വാവാച്ചി എന്നെ ശരിയാക്കൂടി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞാൽ അമ്മ എടുത്ത് എൻ്റെ കൂടെ ഇട്ടത്, ഞാൻ എനിക്ക് പൈസ കൊടുത്തോളാം, എന്നിട്ട് അമ്മ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം. കഴിഞ്ഞ ദിവസം എനിക്കൊരു നൈറ്റുകൾ വാങ്ങിച്ചു തന്നതാണ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചെന്ന കുഞ്ഞിനെ തന്നെ തയ്ച്ച് അവൾക്ക് തന്നെ കൊടുക്കാം, വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ ഏട്ടന് ഒരു കൈലി, ഇതിനെത്ര 75 രൂപ. പിന്നെ ഇതേ ഒരു കൈലി, അതിനും 79 രൂപ. കണ്ട, അങ്ങനെ 2 കൈലി. പിന്നെ 2 തോർത്ത് വാങ്ങിച്ചായിരുന്നു, ഒരെണ്ണം 35 രൂപ കേട്ടോ. നല്ല വലിപ്പമുള്ള തോർത്താണ്, നല്ല വലിപ്പമുള്ളത്. കടയിലൊക്കെയാണ് 40-50 രൂപ വാങ്ങിക്കും. അതുപോലെ നല്ല വലിപ്പമുള്ള തോർത്താണ്. അതിനും 35 രൂപ. കണ്ടോ, 2 എണ്ണം വാങ്ങിച്ചു. ഒന്ന് പിന്നെ മോൻ വന്നപ്പോൾ ചക്കിയുടെ അച്ഛന് കൊടുത്തു വിട്ടു. പിന്നെ ഒരു കർട്ടന്, നമ്മുടെ ഇവിടുത്തെ കർട്ടൻ മൊത്തം വയ്യമ്മിലെ കർട്ടനാണ്, പന്തളം വയ്യമ്മിലെ. അപ്പോൾ കർട്ടൻ ഇതിനാണെങ്കിൽ 120 രൂപ.
അങ്ങനെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഈ കളർ നീല കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നീല. അപ്പം അത് ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പീസ് ഞാനിങ്ങനെ എടുത്തു. 4 ഷാൾ. ഇത് വീതി കുറവാണ്, എന്നാലും മതി നമുക്ക്. എനിക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത് മതി. 4 ഷാള്, ഒരെണ്ണം 25 രൂപയാണേ. അങ്ങനെ 4 ഷാളിന് 100 രൂപ. അങ്ങനെ 4 ഷാള് വാങ്ങിച്ചു. നമുക്ക് പിന്നെ വില കൂടിയതൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഒരാഗ്രഹവും ഇല്ല. നമുക്കിങ്ങനെ വേണം, അത്രേ ഉള്ളൂ. ഏട്ടൻ മോനെ എടുത്ത് കിടത്തി, അവൻ കിടന്ന് ഉറങ്ങിയതായിരുന്നേ. അവന് പോവില്ല, അവൻ കഴിഞ്ഞ ദിവസം 2 ദിവസം. ഇടി ചക്കി മോനെ, ചക്കിപ്പെണ്ണെ, ഇടി ചക്കിപ്പെണ്ണെ, ഇങ്ങോട്ട് നോക്കിയേ, കുറിയൊക്കെ തൊട്ടു. കുഞ്ഞിരിപ്പല്ലൊന്ന് കാണട്ടെ അമ്മ. കുഞ്ഞിരിപ്പല്ല എന്തി, പല്ലെന്തി? അപ്പയുടെ പല്ലല്ല കാണിച്ച്. ചേട്ടായിക്ക് ഒരു ഉമ്മ കൊടുത്തേ, ചേട്ടായിക്ക് ഒരു ഉമ്മ കൊടുത്തു.